നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഞാനിവിടെ ഇപ്പോൾ കറൻറ്റ്ലി 22,023 എന്ന പ്രൈസിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റീജിയനാണ് നമ്മുടെ ഈ ഒരു റീജിയന് താഴെ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ മന്ത്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റീജിയനിൽ നല്ലൊരു കൺസോൾട്ടേഷൻ തന്നിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലേക്ക് പോയത്. അപ്പോൾ ഇൻ കേസ് ഇത് താഴോട്ട് വരുവാണെങ്കിലും സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത് 20,000 റീജിയനാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റീജിയൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പോയിന്റ്, ഇവിടെ സെക്കൻഡ് പോയിന്റ്, ഇവിടെ തേർഡ് പോയിന്റ്, ഈ മൂന്ന് പോയിന്റും കൂടെ കൂട്ടി ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയനാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉള്ള റീജിയൻ, 20,000 സംതിങ്. ഓക്കെ, ആ ഒരു സോൺ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലിയിൽ മാർച്ച് മാസത്തെ ഈ ഒരു ഇപ്പോൾ പകുതി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെറിയൊരു വീക്ക്നെസ് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു വിക്ക് മുകളിലേക്ക് താഴോട്ട് ഒരു ചെറിയ ബോഡിയോട് കൂടി നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉള്ള ഒരു വീക്കിലി ക്യാൻഡിലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിന് പ്രീവിയസ് വീക്കിലെ ലോയ്ക്ക് താഴെ ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ബിയറിഷ്നെസ് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയനിൽ നമുക്കൊരു ഇങ്ങനെയൊരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിന് താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ ഇങ്ങനെയും കൂടെ അത് ഫോം ചെയ്യുവാണെങ്കിൽ, ഒരു നല്ലൊരു വീക്കിലി ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു പക്ഷേ ഇത് താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. താഴോട്ട് പോരുമ്പം ഈ 21,000 എന്ന റീജിയൻ ഒരുപക്ഷെ സപ്പോർട്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ കാണാറായിട്ടില്ല. ഇതുവരെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നത് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴോട്ട് ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ മാത്രം നമുക്ക് താഴോട്ടുള്ള വീണ്ടും ഒരു ഫാൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഇനി ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഡെയിലി ക്യാൻഡിലാണെങ്കിലും നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഒരു 3 ദിവസം മുമ്പ് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. അതപ്പം ഈ ഒരു റീജിയൺ 22,000 എന്ന റീജിയന് താഴെ ഡെയിലിയിലാണെങ്കിലും ക്ലോസിങ് സ്ട്രോങ് ആയിട്ട് വരുവാണ് എങ്കിൽ, അല്ലെങ്കിൽ വീക്കിലിയിൽ വരുവാണെങ്കിൽ, തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോരുവാണെങ്കിൽ ഫസ്റ്റ് 21,500 എന്ന ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. 2,500 എന്ന പോയിന്റിലേക്ക് വരാനും ആ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല, അതും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് 21,000 എന്ന റീജിയനാണ് പിന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് റീജിയൻ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലെവൽസാണ് ഡെയിലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്തടുത്ത ലെവൽസ്. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 22,500 റീജിയനാണ്. അപ്പോൾ ഈ ഒരു റീജിയൻ ഓൾ ടൈം ഹൈ. അപ്പം മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലാണോ കട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. ഈ ഒരു ഡയറക്ഷനാണോ മുകളിലേക്കാണോ കട്ട് ചെയ്യുന്നത് നോക്കുക. താഴോട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്പീഡിലുള്ള മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതകളുണ്ട്, സ്പീഡിൽ പോരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്ക് വീക്കിലിയിലാണെങ്കിലും ഒരു ബിയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്, മന്ത്ലിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയുടെ ലോങ് ടൈം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് വീഡിയോസ് കൃത്യമായിട്ട് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെറോദ, ഏഞ്ചൽ വൺ, അപ്സ്റ്റോക്സ് ഇവരുടെയൊക്കെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൊണ്ട് ഷെയർ ചെയ്യുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. ഞാനൊരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല, ഒരു പാർട്ട് ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു.